അധ്യക്ഷ അടുത്ത വിഷയത്തിലേക്ക്. സ്റ്റോപ്പ് ഹിന്ദി ഇമ്പോസിഷൻ എന്ന ഹാഷ്ടാഗ് തമിഴ്നാടും കേരളവും അടക്കം ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ സാമൂഹ്യ മാധ്യമ ട്രെൻഡിംഗ് ലിസ്റ്റിൽ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട്. കേന്ദ്ര സർക്കാർ ദേശീയ വിദ്യാഭ്യാസ നയത്തിൻ്റെ ഭാഗമെന്ന പേരിൽ രാജ്യമാകെ ഹിന്ദി നിർബന്ധമാക്കാനുള്ള ശ്രമം തുടരുകയാണ്. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ അതിനോടുള്ള എതിർപ്പും അതിശക്തമായി തന്നെ തുടരുന്നു. എന്നാൽ കർണാടകയ്ക്ക് വടക്കുള്ള ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഹിന്ദി ഭാഷാ വിരുദ്ധത പൊതുവെ കുറവാണ്. പക്ഷേ ഹിന്ദി അടിച്ചേൽപ്പിക്കാനാണ് ശ്രമമെങ്കിൽ അതിന് വഴങ്ങിക്കൊടുക്കാൻ തയ്യാറല്ല എന്നിപ്പോൾ മഹാരാഷ്ട്രയും കർശനമായി തന്നെ പറയുന്നു. പതിറ്റാണ്ടുകളായി വിഭജിച്ചു നിന്ന താക്കറെ കുടുംബത്തിൻ്റെ ഒരുമയ്ക്കും ഹിന്ദി വിരുദ്ധ കൂട്ടായ്മ കളമൊരുക്കി. ഹിന്ദി പ്രധാന സംസാര ഭാഷയായ മഹാരാഷ്ട്രയും ഹിന്ദി അടിച്ചേൽപ്പിക്കലിനെ തള്ളിക്കളയുമ്പോൾ ഉയരുന്ന രാഷ്ട്രീയ പരിസരം നൽകുന്ന സന്ദേശം എന്താണ്? ആദ്യം ആർഡിഎക്സ് സ്ക്രാപ്പ് കാണാം. 59 സെക്കൻഡിൽ. ഇക്കഴിഞ്ഞ ഏപ്രിൽ 16-ന് BJP നേതൃത്വം നൽകുന്ന മഹാരാഷ്ട്രയിലെ NDA സർക്കാർ പുറത്തിറക്കിയ ഉത്തരവാണ് വിവാദങ്ങളുടെ തുടക്കം. മറാത്തി ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളിൽ ഹിന്ദി നിർബന്ധമായും മൂന്നാം ഭാഷയായി പഠിപ്പിക്കണമെന്നാണ് വിവാദ ഉത്തരവ്. ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ ഭാഗമായാണ് നടപടി. ഇതോടെ മഹാരാഷ്ട്രയിൽ കടുത്ത പ്രതിഷേധമുയർന്നു. പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികൾ പരസ്യ ഹിന്ദുവിരുദ്ധ നിലപാടെടുത്തു. ഉദ്ധവ് താക്കറെയുടെ ശിവസേനയും രാജ് താക്കറെയുടെ മഹാരാഷ്ട്ര നവനിർമ്മാൺ സേനയും പതിറ്റാണ്ടുകളുടെ വൈര്യം മറന്ന് കൈകോർത്തു. ഹിന്ദി നിർബന്ധ ഭാഷയാക്കിയത് മറാത്തി ഭാഷയുടെ പ്രാധാന്യം കുറയ്ക്കാനും പ്രാദേശിക ഭാഷാ വൈവിധ്യത്തെ ഇല്ലാതാക്കാനുമുള്ള ശ്രമവുമായി കണ്ട് വിമർശനമുയർന്നതോടെ സർക്കാർ വെട്ടിലായി. ഭാഷ, മണ്ണ്, സംസ്കാരം എന്നിവയിൽ അതിവൈകാരികത വെച്ചു പുലർത്തുന്ന മഹാരാഷ്ട്രയിൽ ഹിന്ദി വിവാദം തിരിച്ചടിയാകുമെന്ന തിരിച്ചറിവിൽ NDA സർക്കാർ ഉത്തരവ് പിൻവലിച്ചു. ഹിന്ദി നിർബന്ധമാക്കില്ലെന്നും വിദ്യാർത്ഥികൾക്ക് മറ്റ് ഇന്ത്യൻ ഭാഷകൾ തെരഞ്ഞെടുക്കാമെന്നും ആദ്യം തിരുത്തിയെങ്കിലും പിന്നീട് ഉത്തരവ് പൂർണ്ണമായി പിൻവലിക്കുകയായിരുന്നു. RDX റാപ്പ് ന്യൂസ് മലയാളം. വിശദമായി പരിശോധിക്കാം. ആരുടെ നയമാണിത് എന്ന് നമുക്ക് നോക്കാം. 1-ാം ക്ലാസ് മുതൽ 5-ാം ക്ലാസ് വരെ മൂന്നാം ഭാഷയായി ഹിന്ദി പഠിപ്പിക്കണമെന്നായിരുന്നു ആദ്യം വന്ന ഉത്തരവ്. സ്റ്റേറ്റ് ബോർഡിന് കീഴിലെ ഇംഗ്ലീഷ് മറാത്തി മീഡിയം സ്കൂളുകളിലാണ് ഇത് ബാധകമാക്കിയത്. ഈ സ്കൂളുകളിൽ ഇതുവരെ പഠിപ്പിച്ചിരുന്ന ഭാഷകൾ മറാത്തിയും ഇംഗ്ലീഷും മാത്രമായിരുന്നു. 2 ലാംഗ്വേജസ് ആയിരുന്നു, 2 ഭാഷകളായിരുന്നു. മറ്റ് മീഡിയം സ്കൂളുകളിൽ ഇതിനോടകം ത്രിഭാഷാ നയം ഉണ്ടായിരുന്നതായിട്ടാണ് ഉത്തരവ് പറയുന്നത്. പാർട്ടികൾക്ക് പുറമെ ശക്തമായ എതിർപ്പുമായി ഭാഷാ വിദഗ്ധരും സാമൂഹ്യ പ്രവർത്തകരുമൊക്കെ യുമായി ബന്ധപ്പെട്ട് വന്നു. മഹാരാഷ്ട്ര സർക്കാരിൻ്റെ ഭാഷാ കമ്മിറ്റി തന്നെ ഉത്തരവ് പിൻവലിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തു. ഒരേ സ്വരത്തിലായിരുന്നു പ്രതിഷേധം. പ്രൈമറി ക്ലാസ്സുകളിലെ ഹിന്ദി അടിച്ചേൽപ്പിക്കൽ വിദ്യാർത്ഥികൾക്ക് അധിക ഭാരമാണ് എന്ന് എതിർക്കുന്ന ആളുകൾ പറയുന്നു. പ്രതിഷേധം കനത്തതോടെ ഏപ്രിൽ 16-ലെ വിവാദ ഉത്തരവ് ജൂൺ 17-ാം തീയതി സർക്കാർ പിൻവലിച്ചു. ഭാഷാ നയം അവലോകനം ചെയ്യാനും പഠിക്കാനും പുതിയ സമിതിയെ നിയോഗിക്കുകയാണ് പിന്നീട് സർക്കാർ ചെയ്തത്. വിദ്യാഭ്യാസ വിദഗ്ധൻ ഡോക്ടർ നരേന്ദ്ര ജാദവ് അദ്ദേഹം അധ്യക്ഷനായിട്ടാണ് സമിതി വന്നത്. 3 മാസത്തിനുള്ളിൽ സമിതി റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് സർക്കാരിൻ്റെ നിർദ്ദേശം വന്നു. സമിതി റിപ്പോർട്ട് അനുസരിച്ച് നയം നടപ്പാക്കുന്നത് പരിഗണിക്കും എന്നാണ് ഇപ്പോൾ സർക്കാർ പറയുന്നത്. ആവാസ് മറാഠിച്ച ശബ്ദം മറാഠിക്ക് വേണ്ടി എന്ന പേരിൽ ഒരേ വേദിയിൽ 20 വർഷങ്ങൾക്ക് ശേഷം താക്കറെ കസിൻസ് വന്നു എന്നതാണ്. ഹിന്ദി അടിച്ചേൽപ്പിക്കൽ അനുവദിക്കില്ല എന്ന് ശക്തമായി പ്രഖ്യാപിച്ചു ഉദ്ധവ്, രാജ് താക്കറെമാർ ഒരേ വേദിയിൽ 20 വർഷങ്ങൾക്ക് ശേഷം ആദ്യമായിട്ടാണത്. വിഷയത്തിൽ ശിവസേന സ്വീകരിച്ചത് BJPക്ക് അവസരം നൽകാത്ത അല്ലെങ്കിൽ നൽകേണ്ടതില്ല എന്ന നിലപാടാണ്. മധ്യ ഇന്ത്യൻ സംസ്ഥാനം എന്ന നിലയിൽ ഹിന്ദി മഹാരാഷ്ട്രയിൽ അവിഭാജ്യ ഘടകമാണ് എന്ന് നമുക്കറിയാം. ഹിന്ദിക്കെതിരല്ല, ഹിന്ദി അടിച്ചേൽപ്പിക്കുന്നതിനെയാണ് എതിർക്കുന്നത് എന്ന് സഞ്ജയ് റാവുത്ത് പറയുന്നു. ഹിന്ദി മറാത്തി തർക്കമല്ല, ത്രിഭാഷ അടിച്ചേൽപ്പിക്കലിനെതിരെന്ന് ആദിത്യ താക്കറെയും പറയുന്നു. ഹിന്ദി അടിച്ചേൽപ്പിക്കുന്നത് മറാത്തിയുടെ പ്രാധാന്യം കുറയ്ക്കുമെന്ന് കോൺഗ്രസും നിലപാട് വ്യക്തമാക്കി എന്ന് നമ്മൾ കാണുന്നു. BJP സർക്കാർ ഹിന്ദിയെ രാഷ്ട്രീയ ഉപകരണമാക്കുന്നുവെന്ന് NCP പവാർ പക്ഷം, ആ പാർട്ടിയും അതിശക്തമായിട്ട് എതിർത്തു. ആദ്യം നീക്കത്തെ പ്രതിരോധിച്ചു BJP, പക്ഷേ സ്വയം പ്രതിരോധത്തിലായതോടെ പിൻവാങ്ങുകയാണ് ഉണ്ടായത്. പിന്തുണച്ചെങ്കിലും തിരിച്ചടിച്ചതോടെ തലയൂരി ഷിൻഡെ NCP അജിത് വിഭാഗവും അവിടെ നിലപാടെടുത്തു. മറാത്തി സംസാരിക്കാത്ത കച്ചവടക്കാർക്ക് നേരെ ആക്രമണം ഉണ്ടാകുന്നു എന്ന റിപ്പോർട്ടുകളും മഹാരാഷ്ട്രയുടെ പല ഭാഗത്തും വരുന്നുണ്ട്. മുംബൈ മീര റോഡിലും താനെയിലും സമാന സംഭവം ഉണ്ടായതായി മാധ്യമ റിപ്പോർട്ടുകളിൽ കാണുന്നുണ്ട്. മറാത്തി സംസാരിക്കാത്ത ആളുകളെ ആക്രമിച്ചു എന്ന വാർത്തകളോട് രൂക്ഷമായി പ്രതികരിച്ച് BJP രംഗത്ത് വന്നു. സംഭവത്തെ പഹൽഗാം ഭീകരാക്രമണവുമായി താരതമ്യം ചെയ്ത് BJP നേതാവ് ആശിഷ് ഷേലാർ ഈ സംഭവങ്ങളെ അങ്ങനെ വ്യാഖ്യാനിച്ചു. മറാത്തി സ്വത്വത്തിനായി മഹാരാഷ്ട്രയിലെ പണ്ട് മുതൽക്കേ വാദം ശക്തമാണ് എന്ന് നമ്മൾ കാണുന്നു. സംയുക്ത മഹാരാഷ്ട്ര പ്രസ്ഥാനം 1950 മുതൽ സജീവമാണ്. 60-ൽ മഹാരാഷ്ട്ര സംസ്ഥാന രൂപീകരണം അങ്ങനെയാണ് ഉണ്ടായത്. ബോംബെ സംസ്ഥാന വിഭജന സമയത്ത് മറാത്തി ഭാഷാവാദത്തിന് ശക്തി വർദ്ധിക്കുകയുണ്ടായി എന്ന് നമ്മൾ കാണുന്നു. ശിവസേനയുടെ ഉദയവും ബോംബെക്ക് മുംബൈ എന്ന പേര് ലഭിച്ചതുപോലും ഈ ഭാഷാവാദത്തിലൂടെയാണ് എന്ന് നമ്മളിപ്പോൾ വീണ്ടും മനസ്സിലാക്കിയെടുക്കുന്നു. ഭാഷ എന്ന് വെച്ചാൽ ചെറിയ കാര്യമല്ല എന്നത് നമ്മൾ പല കാരണങ്ങൾ കൊണ്ട് അറിയുന്നുണ്ട്. അത് ആശയവിനിമയത്തിലുള്ള ഉപാധി എന്ന നിലക്ക് മാത്രമല്ല വലിയ രാഷ്ട്രീയ പ്രശ്നമായിട്ട് വരും. പക്ഷേ ഇതിപ്പോൾ
തമിഴ്നാട്ടിലും കർണാടകയിലുമൊക്കെ ഹിന്ദിക്കെതിരായിട്ടുള്ള വർത്തമാനം വരുന്നത് പോലെ ശക്തമായിട്ട് നമ്മൾ ആ ഭാഗത്തുള്ള സംസ്ഥാനങ്ങളൊന്നും കണ്ടിട്ടേ ഇരുന്നില്ല. പക്ഷേ ഇതിപ്പോൾ തമിഴ്നാട്ടിൽ ഒരല്പം ഒന്ന് പിൻവാങ്ങിയ സമയത്താണ് മഹാരാഷ്ട്രയിൽ നിന്ന് അതിശക്തമായിട്ട് ഈ വാദം ഉയരുന്നത്. അവിടെ വലിയ ഒരു രാഷ്ട്രീയ മാറ്റത്തിന് തന്നെയും താക്കറേമാരുടെ ഒന്നിച്ചേർപ്പിനൊക്കെ ഇത് കാരണമാവുകയും ചെയ്തു. അതെ അതെ, അതിൽ എനിക്ക് രസകരമായി തോന്നിയത് ഈ കേന്ദ്ര സർക്കാർ ഉദ്ദേശിക്കുന്ന അല്ലെങ്കിൽ BJP നേതൃത്വം ഉദ്ദേശിക്കുന്ന പദ്ധതികൾ നടപ്പാക്കാൻ വേണ്ടി എത്ര കൈമൈ മറന്നാണ് ഇന്ത്യൻ മാധ്യമങ്ങൾ നിൽക്കുന്നത് എന്ന കൗതുകകരമായ കാഴ്ചയാണ് ഈ വാർത്തയുടെ മൊത്തം റിപ്പോർട്ടിങ് നമ്മൾ നിരീക്ഷിച്ചാലുണ്ടാവുക. കാരണം ഈ ഹിന്ദി ഇംഗ്ലീഷ് മാധ്യമങ്ങൾ ചാനലുകൾ മുഴുവൻ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ ഇപ്പോൾ അവസാനം പറഞ്ഞ പ്രശ്നമുണ്ടല്ലോ, അതായത് മറാത്ത സംസാരിക്കാത്ത ആളുകൾക്ക് നേരെയുള്ള അതിക്രമം, അത് ഇന്ന് ഒരു ആ അതിക്രമത്തിൻ്റെ ദൃശ്യങ്ങൾ കഴിഞ്ഞ 2-3 ദിവസമായിട്ട് തുടർച്ചയായി ഈ ചാനലുകളിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതായത് ഈ ഇഷ്യൂ കാണിക്കുന്നത് ഈ ഒരൊറ്റ സംഘർഷവുമായി ബന്ധപ്പെടുത്തി മാത്രമാണ്. 1-2 സംഭവങ്ങളുടെ ദൃശ്യങ്ങൾ ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. ആ ദൃശ്യങ്ങളുമായി ബന്ധപ്പെടുത്തി മാത്രമാണ് ഈ വിഷയത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് മാധ്യമങ്ങൾ. അപ്പോൾ അതിൻ്റെ കാരണം എന്താണ്? വേറൊന്നുമല്ല, ഇവിടെ വേറൊരു തരത്തിലുള്ള ഒരു രാഷ്ട്രീയ ഐക്യം ഇതിൻ്റെ തുടർച്ചയായി രൂപപ്പെട്ടിരിക്കുന്നു. അപ്പോൾ അതായത് 20 വർഷം മുമ്പ് ബാൽ താക്കറെ ഉണ്ടായിരുന്ന സമയത്ത് പിണങ്ങിപ്പോയതാണ് ഈ ഇദ്ദേഹം, അതാണ് MNS രൂപീകരിച്ച് പിണങ്ങിപ്പോയതാണ് ആദിത്യ താക്കറെ. രാജ് താക്കറെ ഇപ്പോൾ ഉദ്ധവ് താക്കറേക്കൊപ്പം ഒരുമിച്ച് വേദി പങ്കിടുന്നു എന്ന് മാത്രമല്ല, ആ വേദിയിലേക്ക് സുപ്രിയ സുലെയെ പോലെയുള്ളവരൊക്കെ എത്തുന്നു. അങ്ങനെ അത് കുറേ കൂടി വിപുലമാകുന്നു. മറാത്താവാദം എന്ന നിലയ്ക്ക് തന്നെ അത് കൂടുതൽ ശക്തി ആർജിക്കുന്നു. അത് പ്രശ്നമാണ് എന്നുള്ള തിരിച്ചറിവ് കൂടിയുണ്ട് ഈ വാർത്തകൾക്കെല്ലാം പിന്നിൽ. എന്തായാലും ശക്തമായ പ്രതിഷേധമാണ് ഈ വിഷയത്തിലുണ്ടായത്. അതിനകത്ത് എനിക്ക് സഞ്ജയ് റാവത്ത് പറഞ്ഞതാണ് കൗതുകകരമായി തോന്നി. കാരണം നമുക്കറിയാം, മുംബൈ എന്ന് പറയുന്നത് ഈ ഹിന്ദി സിനിമകളുടെയും ഹിന്ദി ഭാഷയെ പരമാവധി പ്രോത്സാഹിപ്പിക്കുന്ന മറ്റ് കലാപരമായോ സാംസ്കാരികമായോ ഒക്കെയുള്ള മുഴുവൻ ഇടപെടലും നടത്തുന്ന ഒരിടമാണ് മുംബൈ. അത് മഹാരാഷ്ട്രയിലാണ്, മറാത്ത തലസ്ഥാനത്താണ് എന്നുള്ളത് വേറൊരു വാസ്തവം. പക്ഷേ അതുകൊണ്ട് തന്നെ ഹിന്ദി അവർക്ക് ഉപേക്ഷിക്കാനും പറ്റില്ല. സഞ്ജയ് റാവത്ത് പറഞ്ഞ എന്താണ്? ഹിന്ദി ഞങ്ങൾക്ക് വേണം, ഞങ്ങളെല്ലാം സംസാരിക്കുന്നുണ്ട് ഹിന്ദി, പക്ഷേ അത് മറാത്തയെ അടിച്ചമർത്തിക്കൊണ്ടാവരുത്. അത് വളരെ കൃത്യമായ നിലപാടാണ്. അതിപ്പോൾ സ്റ്റാലിൻ തമിഴ്നാട്ടിൽ സ്വീകരിക്കുന്ന നിലപാടിന് സമാനമല്ല ഞങ്ങളുടേത് എന്നുകൂടി പറയുന്നുണ്ട്. തമിഴ്നാട്ടിൽ ഹിന്ദി ഒഴികെ എന്നുള്ളതാണ്, ഹിന്ദി വേണ്ട എന്നുള്ള നിലയ്ക്കാണ് ആ സമീപനം സ്വീകരിച്ചിരിക്കുന്നതെങ്കിൽ ഇവർ ആവശ്യമുള്ളവർ പഠിച്ചാൽ മതി എന്നുള്ളതാണ്. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ അങ്ങനെ ഈ തീരുമാനം കൂടി എടുക്കുന്നു. BJP സർക്കാർ കൂടി ആയതുകൊണ്ട് നേരിട്ട് ആ തീരുമാനത്തിലേക്ക് ഒറ്റയടിക്ക് അവർക്ക് പോകാൻ കഴിഞ്ഞു. 1ാം ക്ലാസ് മുതൽ 5ാം ക്ലാസ് വരെ ഹിന്ദി പഠിച്ചേ മതിയാകും, 3ാമത്തെ ഭാഷയായി എന്നുള്ള നിലയ്ക്ക് ആ തീരുമാനം അടിച്ചേൽപ്പിക്കുമ്പോഴാണ് ശക്തമായ പ്രതിഷേധത്തിലേക്ക് അത് വരുന്നത്. സത്യത്തിൽ BJPക്ക് അതൊരു തന്ത്രപരമായ പിഴവായി എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ആ നിലയ്ക്ക് അടിച്ചേൽപ്പിച്ച് മുന്നോട്ട് പോയത് മാത്രമല്ല, ആദ്യഘട്ടത്തിൽ അവരതിനുവേണ്ടി ശക്തിയുക്തം വാദിക്കുകയായിരുന്നു. ഇത് മഹാരാഷ്ട്രയിലാണ് ഈ വാദം എല്ലാം നടത്തുന്നത് എന്ന് ഓർക്കണമായിരുന്നു. മാത്രമല്ല, തുടർന്ന് അങ്ങോട്ടുള്ള തെരഞ്ഞെടുപ്പുകളിലൊക്കെ ഇനിയിപ്പോൾ രാഷ്ട്രീയ സഖ്യത്തിൻ്റെ സ്വഭാവം തന്നെ ഒരുപക്ഷെ മഹാരാഷ്ട്രയിൽ മാറി മറിയാനാണ് സാധ്യത. അതെ, അതെന്തായാലും BJPക്ക് ഒരല്പം ഒരു അബദ്ധമായി, രാഷ്ട്രീയ അബദ്ധമായി എന്ന കാര്യത്തിൽ സംശയമില്ല. ഇതിനകത്ത് ഈ സ്റ്റാലിൻ ഇടക്കാലത്ത് തമിഴ്നാട്ടിൽ ഉയർത്തിക്കൊണ്ടുവന്ന ഈ പ്രശ്നം കൂടെ ഈ ഒരു രാഷ്ട്രീയ തന്ത്രത്തിന് അല്ലെങ്കിൽ ഇതിനൊരു ചെറിയൊരു കാരണമെങ്കിലും ആയിട്ടുണ്ടാകും എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. അത് മറ്റൊന്നും കൊണ്ടല്ല, അദ്ദേഹം ഒരു ഘട്ടത്തിൽ പറഞ്ഞല്ലോ, സ്റ്റാലിൻ പറഞ്ഞു ഒരുപാട് ഭാഷകൾ ഹിന്ദി വന്നപ്പോൾ ഇല്ലാതായി പോയിട്ടുണ്ട് എന്ന് പറഞ്ഞു. അതായത് മൈഥിലി, അവധി, ഭോജ്പുരി ഏതാണ്ട് ഇതെല്ലാം ഇല്ലാതായ പോലെ ഇപ്പോഴത്തെ ഹിന്ദി ഹൃദയഭൂമി എന്ന് പറയുന്ന ഭാഷകളായതെല്ലാം. അതായത് നല്ല ഡിഫറൻസ് ഉണ്ടായിരുന്ന, നല്ല പാട്ടുകളും സാഹിത്യ സംഭാവനകളും ഒക്കെ ഉണ്ടായിരുന്ന സജീവമായിട്ടുള്ള ഭാഷകൾ ഹിന്ദി വന്നപ്പോൾ അങ്ങ് ഇല്ലാതായിപ്പോയി, ഏതാണ്ട് ഇല്ലാതായത് പോലെയാണ്. നമ്മൾ എനിക്ക് തോന്നുന്നു കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് തന്നെ നമുക്ക് ഈ ഭോജ്പുരി ഒക്കെ വളരെ സജീവമായ ഭാഷയായിട്ട് തന്നെ ഉണ്ടായിരുന്നല്ലോ. ഭോജ്പുരി ഇപ്പോഴും ഭോജ്പുരി പൂർണ്ണമായിട്ട് അങ്ങ് ഭോജ്പുരി സിനിമയൊക്കെ ഉണ്ട്, പിടിച്ചു നിൽക്കുന്നുണ്ട്. സിനിമയും ഭോജ്പുരി പാട്ടുകളൊക്കെ കേൾക്കാൻ ഇപ്പോൾ ഈ സാമൂഹ്യ മാധ്യമങ്ങളൊക്കെ വന്നതോടുകൂടിയിട്ട് പാട്ടും മറ്റ് സംവിധാനങ്ങളൊക്കെ വന്നതോടുകൂടി നമ്മൾ കേൾക്കാനും കാണാനൊക്കെ ഭോജ്പുരിയിലൊക്കെ വലിയ താരങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഏതായാലും ഇത് BJPക്ക് രാഷ്ട്രീയമായിട്ടൊരു തിരിച്ചടിയായി. പക്ഷേ ഇത് ഭാഷാ സ്വാഭിമാനത്തെ തിരിച്ചു പിടിക്കുന്നു എന്നത് പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളുണ്ട്. ഇപ്പം മഹാരാഷ്ട്രയിൽ അത് വരുമ്പോൾ നെഗറ്റീവായിട്ട് കൂടെ ചിന്തിക്കേണ്ടുന്നൊരു കാര്യം, മഹാരാഷ്ട്ര മുംബൈയിൽ ഇപ്പോൾ മലയാളികളടക്കമുള്ള ആളുകൾക്ക് നേരെ വലിയ ആക്രമണമൊക്കെ ഒരു ഘട്ടത്തിൽ നടന്നതാണ്. ഇവരുടെയൊക്കെ പിതാവ് ബാൽ താക്കറെ ഉണ്ടായിരുന്ന കാലത്ത് ഇവരുടെ ഭാഷാ സ്വാഭിമാനം മറാത്ത സ്വാഭിമാനം മദ്രാസികൾക്ക് നേരെയായിരുന്നു. എന്താ ഛോഡോ ലുങ്കി എന്ന് പറഞ്ഞിട്ട് എന്തോ ഒരു മുദ്രാവാക്യമൊക്കെ ഉണ്ടായിരുന്നു, അടിച്ചോടിക്കുകയൊക്കെ ഉണ്ടായിട്ടുണ്ട്. അവിടെ വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ നിലക്കുള്ള സംഭവത്തിലേക്ക് പക്ഷേ ഇപ്പോൾ പുതിയൊരു കാലത്ത് അങ്ങനെ പോകില്ലായിരിക്കും. അപ്പോൾ ഞാനിപ്പോൾ ഇങ്ങോട്ട് കയറുന്നതിന് മുമ്പ് തൊട്ട് മുമ്പ് സോനു നിഗം നമ്മുടെ പാട്ടുകാരനൊരു ട്വിറ്ററിലൊരു പോസ്റ്റ് ഇട്ടു.
ഐ റിപ്പീറ്റ് അഗെയിൻ സാൻസ്ക്രിറ്റ് ഈസ് ദ മോസ്റ്റ് സുപ്പീരിയർ ലാംഗ്വേജ് എന്ന് പറഞ്ഞിട്ടാണ് ഒരു ഫോട്ടോ ഉണ്ട്. സംസ്കൃതം ഒരു വലിയ കസേരയിൽ ഒരു സിംഹാസനത്തിലിരിക്കുന്നു. താഴെ ഹിന്ദിയും മൈഥിലിയും കുറച്ച് വലുപ്പമുള്ളതാണ്. പിന്നെ മലയാളമൊക്കെ കാണാനില്ല. മലയാളിയിൽ നിന്ന് എഴുതിയിരിക്കുന്ന ഒഡിയ, തമിഴ് എന്നൊക്കെ പറഞ്ഞ് കുറേ ചെറിയ എന്നുവെച്ചാൽ സംസ്കൃതമാണ് ഏറ്റവും വലിയ സുപ്പീരിയർ ആയിട്ടുള്ള ലാംഗ്വേജ് എന്ന്. അപ്പോൾ അതിന് താഴെ ഒരാൾ അത് റീഷെയർ ചെയ്തുകൊണ്ട് ഒരാൾ എഴുതിയിരിക്കുകയാണ്, പാർത്ത് എം എന്ന് പറയുന്ന ഒരാൾ. സോ സുപ്പീരിയർ ദാറ്റ് ദിസ് ഹാസ് ടു ബി സെഡ് ഇൻ ഇംഗ്ലീഷ്. അതായത് വളരെ സുപ്പീരിയറാണ്, ഈ കാര്യം പോലും ഇംഗ്ലീഷ് എഴുതണം എന്നുള്ളതാണ് സുപ്പീരിയറിറ്റിയത്. അപ്പം ഭാഷയെ സംബന്ധിച്ചുള്ള ചർച്ചകളും ഒക്കെ ആ നിലക്ക് വളരെ സജീവമായിട്ട് നടക്കുന്നുണ്ട്. അവിടുത്തെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ മറാത്ത പ്രൈഡ് വന്നപ്പോൾ മലയാളികൾ മറ്റുള്ള ആളുകളെയൊക്കെ അടിച്ചോടിച്ചതുപോലെ തന്നെ അവിടെ അതിശക്തമായിരുന്ന തൊഴിലാളികളുടെ ട്രേഡ് യൂണിയൻസ്, ഇടതുപക്ഷ ട്രേഡ് യൂണിയൻസൊക്കെ ഇല്ലാതാക്കിയിട്ടാണ് അവിടുത്തെ രാഷ്ട്രീയം അപ്പാടെ തന്നെ മാറുന്ന നിലയിലേക്ക്. അതുകൊണ്ട് അവിടെ ഭാഷയുമായി ചേർന്ന് വന്ന രാഷ്ട്രീയ മുന്നേറ്റങ്ങളാണ് അവിടുത്തെ രാഷ്ട്രീയ ചിത്രത്തെ തന്നെ മാറ്റിയത്. അതുകൊണ്ട് ഇത് നിസ്സാര കളിയല്ല, കുറെ കൂടെ സജീവമായിട്ട് ശ്രദ്ധിക്കേണ്ടുന്നൊരു കാര്യമായിരിക്കും. ഹിന്ദി ഹിന്ദു ഹിന്ദുസ്ഥാൻ എന്നത് RSSൻ്റെ രാഷ്ട്രീയ മുദ്രാവാക്യമാണ്. അതാണ് ദേശീയ വിദ്യാഭ്യാസ നയത്തിലൂടെ നടപ്പാക്കപ്പെടുന്നത് എന്ന് പറയുന്നു മഹാരാഷ്ട്രയിലെ ഭാഷാ പ്രവർത്തകനായ ദീപക് പവാർ. ഹിന്ദി നമ്മുടെ ദേശീയ ഭാഷ എന്ന തെറ്റിദ്ധാരണ ഇപ്പോഴും നമ്മളിൽ പലർക്കും ഉണ്ടാകും. ആ തെറ്റായ ധാരണയെ പിൻപറ്റിയാണ് ഹിന്ദി അടിച്ചേൽപ്പിക്കാനുള്ള ശ്രമം രാജ്യത്ത് നടക്കുന്നത്. ഇന്ത്യൻ ഭരണഘടന പ്രകാരം ദേശീയ ഭാഷ എന്നൊന്നില്ല. ഭരണഘടനയുടെ 8ാം ഷെഡ്യൂളിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന 22 ഔദ്യോഗിക ഭാഷകൾക്കുള്ള അതേ പ്രാധാന്യവും പദവിയെ ഹിന്ദിക്കുമുള്ളൂ. RSSൻ്റെ ആസ്ഥാനമടങ്ങുന്ന നാഗ്പൂരിലെ സർക്കാർ സ്കൂളുകളിൽ പോലും ഹിന്ദി പ്രധാന ഭാഷയാകുന്നില്ല എന്ന പ്രശ്നം അവർക്ക് പ്രധാനമായിരിക്കാം. പക്ഷേ മറ്റുള്ള ഭാഷകൾ കേവലം ധാത്രിമാർ, മർത്യന് പെറ്റമ്മ, തൻ ഭാഷ താൻ എന്ന് വള്ളത്തോളിനെ പോലെ മറാത്തിയിലും ആരെങ്കിലും പാടിയിട്ടുണ്ടാകുമല്ലോ. ഹിന്ദിയുമായി ഒരു ബന്ധവുമില്ലാത്ത ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ മാത്രമല്ല, ഹിന്ദി പ്രധാന സംസാര ഭാഷയായ മഹാരാഷ്ട്രയിൽ പോലും ഈ വിധം എതിർപ്പുയരുന്നത് നിർബന്ധമായി ഹിന്ദി അടിച്ചേൽപ്പിക്കുന്നതിലെ ഉദ്ദേശശുദ്ധി സംശയിക്കപ്പെടുന്നത് കൊണ്ട് തന്നെയാണ്. ഇന്നത്തെ RDX പൂർണ്ണമാവുകയാണ്. ഗുഡ് നൈറ്റ്.